നമുക്കായി ലഭിച്ച ജീവിതത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും. ജീവിതത്തെക്കുറിച്ച് ഏറെക്കുറെയൊക്കെ അറിയാമെന്നാണ് നമ്മുടെ ധാരണ. എങ്കിൽ ജീവിതം എന്താണ്? നമസ്കാരം, ഞാൻ ചെസ് കമ്പിൾ ഇൻ്റർനാഷണൽ എന്ന സംഘടനയിലെ കർമ്മയോഗി പ്രിയ ജിൻസ്. ജീവിതം എന്താണെന്ന് വളരെ ലളിതമായ ഒരു സമവാക്യത്തിലൂടെ ഈ സംഘടനയുടെ ഗുരുവും മാർഗദർശിയുമായ സ്വാമി ദൈവമിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: സാഹചര്യങ്ങൾ പ്ലസ് പ്രതികരണം സമം ജീവിതം. നാം ജനനം മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിരവധിയായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ ചിലതെല്ലാം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കാം, മറ്റു ചിലത് പ്രതികൂലവും. സാഹചര്യങ്ങൾ എങ്ങനെയായാലും അവയെയെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇവയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുമോ? കാര്യമായി ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് നമുക്കറിയാം. കാരണം അത് നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല. എങ്ങനെയുള്ള ജീവിതമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്? സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം. അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നു. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ഉചിതമായ പ്രതികരണങ്ങൾ നൽകണമെന്നും നമുക്ക് നന്നായി അറിയാം. എന്നാൽ നനച്ചിരിക്കാത്ത സമയത്താണ് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രതിസന്ധികളും ക്ലേശങ്ങളും നമ്മെ മാനസികമായി തളർത്തുന്നു. നാം നിരാശരാകുന്നു. എങ്ങനെ ഇവയെ മറികടക്കുമെന്ന ആശങ്കയും ആകുലതയും ഉള്ളിൽ വളരുന്നു. മാനസികമായി തളരുന്നത് മൂലം നമ്മുടെ ശരീരത്തിനും ക്ഷീണം സംഭവിക്കുന്നു. ചിലരാകട്ടെ തൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്ന മട്ടിലും ചിന്തിക്കുന്നു. ഇതെല്ലാം നെഗറ്റിവിറ്റി വളരുന്നതിനുള്ള ഉൽപ്രേരകങ്ങളായി വർത്തിക്കുന്നു. നാം കേട്ടു, സാഹചര്യങ്ങളോടും അവയോടുള്ള പ്രതികരണങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ ജീവിതം. ഇവയിൽ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയുമില്ല. എങ്കിൽ നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുന്നത് ഈ സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണത്തിലാണ്. ഈ പ്രതികരണങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കാം എന്ന് നമുക്ക് നോക്കാം. അനുകൂല സാഹചര്യങ്ങളിൽ ഉചിതമായ പ്രതികരണങ്ങൾ ഏകിയതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളോടും എങ്ങനെ ഉചിതമായി പ്രതികരിക്കാം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി നാം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അനിശ്ചിതത്വമാണ് ജീവിതത്തിൻ്റെ പ്രത്യേകത. എന്തും എപ്പോഴും എങ്ങനെയും സംഭവിക്കാം. ക്ലേശങ്ങൾ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. ക്ലേശങ്ങൾ അനുഭവിക്കാത്ത ഒരു ജീവിതവും ഈ ഭൂമിയിലില്ല. ഈ വസ്തുത ഉള്ളിൽ ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്ലേശങ്ങളെല്ലാം തന്നെ താൽക്കാലികമാണെന്നും ഇതൊന്നും
ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാവമല്ലെന്നും നാം മനസ്സിലാക്കണം. ഈ വസ്തുതകൾ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളോട് നമുക്ക് കഴിയും വിധം പോസിറ്റീവായ പ്രതികരണം ഏകുവാൻ നമുക്ക് സാധിക്കണം. ഇത്തരം ക്ലേശങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളി നിറഞ്ഞ അവസരങ്ങളായി കണ്ട് ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് എങ്ങനെ ഭംഗിയായി അത് വിജയിപ്പിക്കുന്നു, അതുപോലെ നാം ഇവയെ നമ്മളാൽ കഴിയും വിധം പോസിറ്റീവായി നേരിടുക. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ നല്ല രീതിയിൽ മറികടക്കുക വഴി അനുകൂല സാഹചര്യങ്ങളിലേക്ക് എത്താൻ കഴിയും എന്ന ഉറച്ച ബോധ്യമായിരിക്കണം അപ്പോൾ നമ്മെ നയിക്കേണ്ടത്. ഇതിനായി നിരന്തരമായ പരിശ്രമവും ഉയർന്ന അളവിലുള്ള ഇച്ഛാശക്തിയും നാം സ്വായത്തമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജീവിതത്തിലുടനീളം പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഏകുകയും ഇവയെല്ലാം ബോധപൂർവം ഉള്ളിൽ നിലനിർത്തുകയും ചെയ്യുക വഴി നമ്മുടെ മനസ്സ് തളരാതെ മുന്നോട്ടു പോകാൻ സാധിക്കുന്നു. ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും പോസിറ്റീവായി അതിജീവിക്കുക വഴി നമ്മുടെ ആത്മവിശ്വാസം അപാരമായി വർദ്ധിക്കുന്നു, നമ്മുടെ മനോബലവും വർദ്ധിക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രതികൂല സാഹചര്യങ്ങളിലും വളരെ ഉചിതമായ പ്രതികരണങ്ങൾ ഏകുവാൻ നമുക്ക് സാധിച്ചു. അതിനായി നമ്മുടെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവായി തന്നെ നാം നിലനിർത്തി. നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ, ഒരിക്കലും നെഗറ്റീവായി പോകരുത് എന്ന മട്ടിലുള്ള ചിന്തയാണ് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. ഇത്തരത്തിൽ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും നാം ഉള്ളുകൊണ്ട് ശാശ്വതമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന അവസ്ഥ കൈവന്നു. എത്ര മഹത്തരമായ അവസ്ഥയാണത്! ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ തത്വം നിങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. നമുക്ക് വരദാനമായി ലഭിച്ച ഈ ജീവിതം അത്രമേൽ മനോഹരമാക്കാം. നന്ദി.